ഹായ് ഓൾ, എല്ലാവർക്കും I+ ട്രെയിനിങ് സൊല്യൂഷൻ്റെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പുതിയൊരു എക്സാം നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. എക്സാം മറ്റൊന്നുമല്ല, HSST മാത്തമാറ്റിക്സ് എക്സാം. മാത്തമാറ്റിക്സിൽ PGയും BEdും സെറ്റുമുള്ള ഏതൊരാളുടെയും ഒരു ഡ്രീമാണ് ഏത് എക്സാം എന്ന് പറയുന്നത് നമ്മുടെ HSST മാത്തമാറ്റിക്സ് എക്സാം എന്ന് പറയുന്നത്. ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപനത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു എക്സാമാണ് ഇത് നമ്മുടെ HSST മാത്തമാറ്റിക്സ് എക്സാം. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വിലയും അധ്യാപന ജോലിയുടെ ഒരു മേന്മ നമുക്കറിയാം. നമുക്ക് സമൂഹത്തിലൊരു നല്ല വിലയായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു ജോലി നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ നല്ല സാലറി പാക്കേജും നമുക്ക് ഈ ഒരു പോസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഏകദേശം 2025 ഡിസംബറോട് കൂടി അല്ലെങ്കിൽ 2026 തുടക്കത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ ഒരു സമയം എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങുക എന്ന് കരുതി കഴിഞ്ഞാൽ നമുക്ക് ആ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഠിച്ച് തീർക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ I+ നമുക്ക് വേണ്ടി, നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടി M50 എന്ന് പറയുന്ന പേരിൽ നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ മെൻറ്ററിങ്, ലൈവ് ആൻഡ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകൾ, പിന്നെ നമുക്ക് വേണ്ടിയുള്ള ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ സപ്പോർട്ട് എല്ലാം പ്രൊവൈഡ് ചെയ്യത്തക്ക രീതിക്ക് ഒരു കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുവാണ്, നമ്മൾ I+ സ്റ്റാർട്ട് ചെയ്യുവാണ്. M50 50 പേർക്ക് മാത്രം അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ 50 പേരെ ടോപ്പ് റാങ്കിലേക്ക് നയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം നമ്മളൊരു ബാച്ച് അനൗൺസ് ചെയ്യുവാണ്. അപ്പോൾ ആ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്തമാറ്റിക്സിലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ ഈ ഒരു എക്സാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ക്ലിയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് കാൽക്കുലേഷൻ കൂടുതലായതുകൊണ്ട്, നമ്മൾ ക്വസ്റ്റ്യനിൽ കാൽക്കുലേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളെ PSC അനുവദനീയമായ ഒരു ടൈമിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാക്സിമം ക്വസ്റ്റ്യനുകൾ അറ്റൻഡ് ചെയ്ത് നമുക്ക് ഒരു ഉയർന്ന കട്ട് ഓഫിലേക്ക് ആ ഒരു എക്സാം എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. എപ്പോഴും നമ്മൾ ഈ ഒരു എക്സാമിൻ്റെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഒരു 50 മാർക്കിലും 40 മാർക്കിനും ഒക്കെ ഇടയ്ക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിനൊരു കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴേ നമുക്ക് എന്ത് ആവശ്യമായിട്ടുണ്ട്, ആ ഒരു എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത് അവസാനം നമുക്ക് എക്സാമിനോട് അടുക്കുന്ന സമയത്ത് മാക്സിമം റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്ത് ആ ഒരു എക്സാം നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ നമ്മൾ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് പങ്കെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റുഡൻസും, ഈ ഒരു എക്സാം ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. ആ ലിങ്കിൽ കയറി എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. 1-to-1 ഇൻട്രാക്റ്റീവ് സെക്ഷൻസ് കാണും, ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് കാണും. എല്ലാം നമ്മൾ I+ എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ആ ക്ലാസ്സിൻ്റെ കുറച്ച് ഇൻട്രൊഡക്റ്റീവ് പാർട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് 2021 എക്സാം നടന്നത് 2022 21 എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. ഏകദേശം ഒരു 6 മാസത്തോളം ഗ്യാപ്പിന് ശേഷം 22 എന്ത് നടന്നു, എക്സാം നടന്നു. പിന്നീട് ആ ഒരു എക്സാമിന് വന്നിരിക്കുന്ന കട്ട് ഓഫ് എത്രയായിരുന്നു, കട്ട് ഓഫ് 30.33 ആയിരുന്നു അതിൻ്റെ കട്ട് ഓഫ് വന്നത്. ഓക്കെ, ആ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ കണ്ട് പേടിക്കേണ്ട, മാക്സിമം സ്കോർ ചെയ്തേക്കുന്ന മാർക്ക് 46 മാർക്കാണ്. ഓക്കെ, ആ ഒരു എക്സാമിന് മാക്സിമം സ്കോർ ചെയ്തത് 46 മാർക്ക്. 50 മുകളിലേക്ക് മാക്സിമം ആരും എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു എക്സാമിന് സ്കോർ ചെയ്തിട്ടില്ല. ഏകദേശം 80 മുകളിലേക്കാണ് അഡ്വൈസ് എന്ത് ചെയ്തേക്കുന്നത്, ഈ ഒരു എക്സാമിന് ഈ ഒരു 3 വർഷത്തിനിടയ്ക്ക് എന്ത് പോയേക്കുന്നത്. ഇനിയും ഈ ഒരു ഡിസംബർ വരെ ആ ഒരു ലിസ്റ്റിൽ കാലാവധിയുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരുപാട് അപ്പോയിൻമെൻറ്റുകൾ പ്രതീക്ഷിക്കാം. ഓക്കെ, നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് 2025 അവസാനം ഏകദേശം ഒരു ഡിസംബറോട് കൂടി അല്ലെങ്കിൽ 2026 തുടക്കത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിൻ്റെ അടുത്തൊരു നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. അതിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു എക്സാം ഫോക്കസ് ചെയ്യുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം, പഠിച്ച് തുടങ്ങണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ മാത്തമാറ്റിക്സോട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി ഒന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ എക്സാമിൻ്റെ ഓവറാൾ വ്യൂ നോക്കുകയാണെങ്കിൽ മൊത്തം എക്സാമിന് 4 പാർട്ടാണുള്ളത്. നമ്മൾ മാത്തമാറ്റിക്സ് എന്നുള്ള ഒരു ഫസ്റ്റ് സെക്ഷൻ പാർട്ട് എ, അതൊരു 70 മാർക്കിനായിരിക്കും ആ ഒരു പാർട്ടിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് കഴിഞ്ഞ് ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മളെ BEdുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ടോപ്പിക്കിൽ നിന്ന് 10 മാർക്ക്,
കറണ്ട് അഫയേഴ്സിൽ നിന്ന് 10 മാർക്ക്, നമ്മളെ ജനറൽ നോളജ് ആൻഡ് അവയർനെസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഒരു 10 മാർക്ക്, അങ്ങനെ 100 മാർക്കിന്റെ എക്സാമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു എക്സാമിന് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ മാത്തമാറ്റിക്സോടെ സിലബസ് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് നമ്മൾ PG അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ പഠിച്ചിട്ടുള്ള ലീനിയർ ഓൾജിബ്ര, റിയൽ അനാലിസിസ്, അബ്സ്ട്രാക്ട് ഓൾജിബ്ര, ടോപ്പോളജി, കോംപ്ലക്സ് അനാലിസിസ്, ഫംഗ്ഷൻ അനാലിസിസ്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് PD പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ഫൈനലി നമ്പർ തിയറി. ഇത്രയുമാണ് നമ്മുടെ മാത്സിന്റെ സിലബസിനകത്തുള്ളത്. ആ സിലബസിൽ നിന്ന് മൊത്തം 70 മാർക്കിന്റെ എക്സാം ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, 70 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇത്രയും ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യുന്ന ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഷുവറായിട്ട് നമുക്കൊരു 40 മാർക്കിനടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നീടുള്ള ബാക്കി 10 അല്ലെങ്കിൽ 20 മാർക്ക് നമ്മളെ GK പാർട്ടും കറണ്ട് അഫയേഴ്സ് പാർട്ടും അല്ലെങ്കിൽ നമ്മളെ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നമ്മളൊന്ന് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20+ മാർക്ക് ആ ഒരു സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് ഏകദേശം 60 മാർക്കോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ തന്നെ നമ്മൾ ഏകദേശം നമ്മൾ കഴിഞ്ഞ വർഷത്തെ മാക്സിമം സ്കോറിനേക്കാൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, മുകളിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് 100% നമുക്കവിടെ എന്ത് ഗ്യാരണ്ടീഡ് ആവും, നമുക്കൊരു ജോബ് ഗ്യാരണ്ടീഡ് ആവും. അപ്പോൾ ആ ഒരു അവസരമാണ് I+ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു സിലബസിൻ്റെ ഡീപ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് നോക്കാം. നമ്മുടെ മൊഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ ലീനിയർ ഓൾജിബ്രയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനെപ്പറ്റി ഇൻ ഡെപ്ത് ആയിട്ട് നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. 7 മാർക്കിനായിരിക്കും ആ ഒരു സെക്ഷനിൽ നമുക്ക് സ്കോർ ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് ലീനിയർ ഓൾജിബ്ര കോർ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? വെക്റ്റർ സ്പേസ്, സബ് സ്പേസ്, ലീനിയർ ഡിപെൻഡൻസ്, ബേസിസ്, ഡയമെൻഷൻ, ഓൾജിബ്ര ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ഓൾജിബ്ര ഓഫ് മെട്രിസസ് തുടങ്ങി നമ്മളെ ലീനിയർ ഓൾജിബ്രയിൽ ഡിഗ്രി ലെവലിലും PG ലെവലിലും പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല രീതിക്ക് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, പഠിച്ചേ. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് നമുക്ക് എവിടുന്ന് കവർ ചെയ്യാനുണ്ട്, ലീനിയർ ഓൾജിബ്രയിൽ നിന്ന് കവർ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ടോപ്പിക്ക് നമുക്ക് അത് പഠിച്ച്, പലപ്പോഴും നമുക്ക് ഡിഗ്രിക്കും PGക്കും ഒക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മൾ ആ ഒരു നോട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു നോട്ട് പഠിച്ച് ആ ഒരു അപ്പോഴൊരു എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അല്ലാതെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി നമ്മൾ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യാറില്ല, പ്രിപ്പയർ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ MCQ ബേസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു പ്രാക്ടീസ് നമുക്കൊരു PG ലെവൽ സ്റ്റഡി നമുക്ക് എന്ത് ചെയ്യാറില്ല, കിട്ടാറില്ല. പിന്നീട് നെറ്റ് അല്ലെങ്കിൽ സെറ്റ് പോലുള്ള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്ത് പഠിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ സോൾവ് ചെയ്ത് പഠിക്കാൻ, അപ്പോൾ എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രം നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടന്റ് പഠിച്ചെടുക്കുക. ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാനുള്ള ടൈം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരു MCQ ബേസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്കോ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡിയിലേക്കോ നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇപ്പോഴേ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടോപ്പിക്ക് ഓരോ ടോപ്പിക്കും പഠിക്കുന്നതിനോടൊപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ലീനിയർ ഓൾജിബ്രയുടെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് ലീനിയർ ഓൾജിബ്രയിൽ എന്ത് ചെയ്യാനുള്ള പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 2 നോക്കുകയാണെങ്കിൽ റിയൽ അനാലിസിസ് ഒക്കെ ഏതൊക്കെയാണ്? നമ്മുടെ സീക്വൻസ്, സീരീസ്, കൺവർജൻസ്, അതിൻ്റെ ലിമിറ്റ് സുപ്രീമം, ബോൾസാനോ വിയസ്ട്രസ് തിയറം, ഹെയ്ൻബോറൽ തിയറം, അങ്ങനെ തുടങ്ങി കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, ഇന്റഗ്രബിലിറ്റി, റീമാൻ ഇന്റഗ്രേഷൻ, അങ്ങനെയുള്ള ടോപ്പിക്കുകളിൽ നിന്നായിരിക്കും നമുക്ക് എവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നമ്മുടെ റിയൽ അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, അതും എത്ര മാർക്കിന് തന്നെ? 7 മാർക്കിന്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ആ 2 ടോപ്പിക്ക് 7 മാർക്ക് വീതം അതിനകത്താണ് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. ഇനി റിയൽ അനാലിസിസ് തന്നെ അടുത്ത സെക്കൻഡ് പാർട്ടുണ്ട്, മെഷർ തിയറിയായിട്ട് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന സെക്കൻഡ് പാർട്ടുണ്ട്. റിയൽ അനാലിസിന്റെ സെക്കൻഡ് ടോപ്പിക്ക് ഏതാ? നമ്മുടെ മെഷർ തിയറിയായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ. അതും എത്ര മാർക്ക് തന്നെ? 7 മാർക്കിന്. അതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ള? ലെബേക്ക് മെഷർ, ലെബേക്ക് ഇന്റഗ്രല്, ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ്, ഫംഗ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ്, ഇൻവേഴ്സ് ആൻഡ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തിയറം തുടങ്ങി നമ്മൾ മെഷർ തിയറിയിൽ പഠിച്ചിട്ടുള്ള ആൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളും നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം. ഇതൊക്കെ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് ചിലപ്പോൾ എന്ത് ചെയ്ത് കാണും, മിസ്സായി പോയി കാണും. ഈ ടോപ്പിക്കുകളെല്ലാം നല്ല ക്ലിയർ ആയിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് മൊഡ്യൂൾ 4
നമ്മുടെ അബ്സ്ട്രാക്ട് ഓൾജിബ്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ലീനിയർ ഓൾജിബ്ര, അബ്സ്ട്രാക്ട് ഓൾജിബ്ര, റിയൽ അനാലിസിസ്, ഈ ഒരു 3 ടോപ്പിക്കാണ് നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. വലിയ നമുക്ക് അത്യാവശ്യം കണ്ടന്റുകൾ അറിയാമെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ആ ഒരു ടോപ്പിക്കിന് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ നിന്ന് നമുക്ക് ഏതൊക്കെ നമുക്ക് അതിനകത്ത് പഠിച്ച് നമ്മൾ സിലബസുമായിട്ട് കവർ ചെയ്യേണ്ട ഗ്രൂപ്പ് തിയറി, റിംഗ് തിയറി, പിന്നെ കെയ്ലീസ് തിയറം, ഡയറക്റ്റ് പ്രോഡക്റ്റ്, ഫണ്ടമെന്റൽ തിയറം ഓഫ് അബേലിയൻ ഗ്രൂപ്പ്, ക്ലാസ് ഇക്വേഷൻസ്, സൈലോ തിയറം തുടങ്ങിയ ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സെക്ഷനിൽ നിന്ന് പഠിച്ചെടുക്കണം. അതും എത്ര മാർക്കിനാണ് ചോദിക്കുന്നത്, 7 മാർക്കിനാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പം അബ്സ്ട്രാക്ട് ഓൾജിബ്രയുടെ തന്നെ സെക്കൻഡ് പാർട്ടുണ്ട്. അവിടെ നമുക്ക് പഠിക്കാനുള്ള റിംഗ്, ഐഡിയൽസ്, പ്രൈം ആൻഡ് മാക്സിമം ഐഡിയൽ, കോഷ്യൻ റിംഗ്, യുണീക് ഫാക്ടറൈസേഷൻ, ഡൊമൈൻ, പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ, യൂക്ലിഡിയൻ ഡൊമൈൻ, പോളിനോമിയൽ റിംഗ് ആൻഡ് ഇറഡ്യൂസിബിലിറ്റി ക്രൈറ്റീരിയ തുടങ്ങി നമ്മൾ ആ ഒരു സെക്ഷൻ ഫീൽഡ് തിയറിയിൽ നിന്നും റിംഗ് തിയറിയിൽ നിന്നും നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെയും വെയിറ്റേജ് എത്ര തന്നെ, മാർക്ക് 7 മാർക്ക് തന്നെ. ഓക്കെ, പിന്നീട് മൊഡ്യൂൾ 6 ടോപ്പോളജി. അപ്പോൾ നമുക്ക് ഏതൊരു പി ജി സ്റ്റുഡൻറ്റിൻ്റെ ഒരു പേടി സ്വപ്നമാണ് ഏതെന്ന് പറയുന്നത്, ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ ടോപ്പോളജി നമ്മുടെ സിലബസിനകത്തുണ്ട്. കുറച്ച് ആപ്ലിക്കേഷനും കുറച്ച് തിയററ്റിക്കൽ പാർട്ടാണ് ഇത് ടോപ്പോളജി. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് നല്ല രീതിക്ക് എന്ത് ചെയ്യും, ഈ ഒരു എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതും 7 മാർക്കിനായിരിക്കും നമുക്ക് എന്ത് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. മെട്രിക് സ്പേസ്, കണ്ടിന്യൂറ്റി, ടോപ്പോളജിക്കൽ സ്പേസ്, ബേസസ്, സബ് ബേസ്, കൗണ്ടബിലിറ്റി പ്രോപ്പർട്ടി, സെപ്പറേഷൻ ആക്സിയം, കോമ്പാക്ട് സ്പേസസ്, 1 പോയിന്റ് കോമ്പാക്ടിഫിക്കേഷൻ തുടങ്ങി നമ്മളെ ടോപ്പോളജിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ റിസൾട്ടുകളും നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്ത് പഠിച്ചെടുക്കണം. ഓക്കെ, മൊഡ്യൂൾ 7 കോംപ്ലക്സ് അനാലിസിസ്. പിന്നീട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇത് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്നത്. അതിനകത്തുനിന്ന് എത്ര മാർക്ക് തന്നെ, 7 മാർക്ക് തന്നെ. കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്. അത് വലിയ ആപ്ലിക്കേഷനിലേക്ക് പോകുന്നില്ല എങ്കിലും നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണ്, കോഷീസ് ഇന്റഗ്രൽ തിയറവും കോഷീസ് റീമാൻ ഇന്റഗ്രലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് എന്ത് ചെയ്യേണ്ട, പഠിച്ചിട്ടുണ്ട്. പവർ സീരീസ്, പിന്നെ മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ, കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ, അങ്ങനെയുള്ള റിയൽ ഇൻ്റഗ്രൽ യൂസിങ് കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ, അങ്ങനെയുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള കണ്ടന്റുകളാണ് എന്ത് ചെയ്യുന്നത് അതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതും എത്ര മാർക്കിന് തന്നെ, 7 മാർക്കിന്. ഓക്കെ, അപ്പം 7 മൊഡ്യൂളായി. 8ാമത്തെ മൊഡ്യൂള് ഫംഗ്ഷൻ അനാലിസിസ്. ഫംഗ്ഷൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മളെ പി ജിയിലെ നമ്മൾ കോർ പേപ്പറുകളാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻഡെപ്തായിട്ട് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ടോപ്പിക്കുകളാണ് ഏതൊക്കെ, നമ്മളെ ഫംഗ്ഷൻ അനാലിസിസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെയെങ്കിലും നമുക്ക് നമ്മൾ അതൊന്നും ആക്ച്വലി നമ്മൾ അതിൻ്റെയൊക്കെ ഇൻഡെപ്തായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ പി ജി ലെവലിൽ പോലും പലപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. അതൊക്കെ ഇനി നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം. അല്ലാതെ നമുക്ക് ഇനിയൊരു കുറച്ചൊരു സമയം, ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമുള്ള ഒരു കുറച്ച് സമയം കൊണ്ട് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് കവർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് എന്ത് ചെയ്യത്തില്ല, പറയാനായിട്ട് പറ്റത്തില്ല. ഇപ്പോഴേ നമുക്ക് പ്രിപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ മാക്സിമം ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാനായിട്ട് പറ്റും. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് നല്ലൊരു റാങ്ക് നമുക്ക് ഈ ഒരു എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അവിടെ ഫംഗ്ഷൻ അനാലിസിസും ഏതൊക്കെയാണ്, നോംഡ് ലീനിയർ സ്പേസ്, കണ്ടിന്യൂറ്റി ഓഫ് ലീനിയർ സ്പേസ്, ബെനാക് സ്പേസ്, ഹാൻഡ് ബെനാക് സ്പേസ്, ഓപ്പൺ മാപ്പിംഗ് തിയറം, ക്ലോസ്ഡ് ഗ്രാഫ് തിയറം, യൂണിഫോം ബൗണ്ടഡ്നെസ് പ്രിൻസിപ്പിൾ തുടങ്ങി നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, നോമ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്തെടുക്കണം. അതും എത്ര മാർക്ക്, 7 മാർക്ക്. ഓക്കെ, 9ാമത്തെ ടോപ്പിക്ക് നമ്മുടെ ODE ആൻഡ് PD, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനും പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും. അപ്പോൾ അതുകൊണ്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ്, നമുക്ക് എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്ക്നെസ് ഫോർ സൊല്യൂഷൻ ഓഫ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം, ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതിൻ്റെ സൊല്യൂഷൻ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പിന്നെ നമ്മുടെ ODE ആയിട്ട് PD ആയിട്ട് ബന്ധപ്പെട്ട് പഠിച്ച നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളല്ല, ലെഗ്രാഞ്ചസ് തിയറം, ചാർപിറ്റ് മെത്തേഡ്, അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചെടുക്കണം. ഓക്കെ, ഫൈനലി നമ്പർ തിയറി. ഇതും നമുക്ക് റിലേറ്റീവ്ലി ഈസി ആയുള്ള ഒരു ടോപ്പിക്കാണ് ഇത്. നമ്പർ തിയറി എന്ന് പറയുന്നത് നമുക്ക് 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് ഇത്, നമ്മുടെ നമ്പർ തിയറി. നമ്മൾ നല്ല രീതിക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫങ്ഷണൽ അനാലിസിസും ടോപ്പോളജിയൊക്കെ നമുക്ക് കുറച്ച് പാടാം. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമുക്ക് മിസ്സായി പോകുന്ന മാർക്കുകളെല്ലാം നമുക്ക് എവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റും, നമുക്ക് നമ്പർ തിയറി എന്ന് പറയുന്ന ടോപ്പിക്ക് നല്ല രീതിക്ക് പഠിക്കുകയാണെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 10 മൊഡ്യൂൾ. ഈ 10 മൊഡ്യൂളിൽ നിന്ന് ഓരോ മൊഡ്യൂളിൽ നിന്ന് 7 മാർക്ക് വെച്ച് മൊത്തം 70 മാർക്കിനാണ് എന്ത് നമ്മുടെ ഈ ഒരു മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. 70 മാർക്കാണ് എന്ത് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നീട് ഒരു 10 മാർക്ക് നമുക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും, പിന്നീട് ഒരു 10 മാർക്ക് കറണ്ട് അഫയേഴ്സും,
ആൻഡ് പിന്നീട് ഒരു 10 മാർക്ക് നമ്മളെ GK ആൻഡ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മളെ റെനൈസൻസ് അങ്ങനെയുള്ള ടോപ്പിക്കുണ്ട്, നമ്മളെ ജനറൽ നമ്മളെ PSC ടോപ്പിക് ഉണ്ടല്ലോ, ആ ഒരു ടോപ്പിക്കിന് ഒരു 10 മാർക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു 3 ടോപ്പിക്ക് നമ്മൾ ഒരു എങ്ങനെ വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ? നമ്മളെ കോർ സബ്ജക്റ്റുകളിൽ നിന്ന് നമുക്ക് മിസ്സായി പോകുന്ന മാർക്കുകളുണ്ടല്ലോ, ആ മാർക്ക് കവർ ചെയ്യാൻ വേണ്ടി ഈ ഒരു ടോപ്പിക്ക് നല്ല രീതിക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് നമുക്ക് മിസ്സാവുന്ന മാർക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഇപ്പോഴേ നല്ല രീതിക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50+ മാർക്ക്, 50 കൂടുതൽ മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നല്ലൊരു റാങ്ക് നമുക്ക് ആ ഒരു എക്സാമിന് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു എക്സാമിന് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവരെല്ലാം തന്നെ എന്ത് ചെയ്യുക? നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ പോയി ആ ഒരു ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക? ഉറപ്പാക്കുക. അപ്പോൾ നമുക്ക് കാണാം, നമുക്ക് പഠിക്കാം, നമുക്ക് വിജയിക്കാം.